ഇവിടെ ചർച്ച ചെയ്താ അങ്ങനെ എൻ്റെ സാക്ഷ്യം വല്ലതും ഉണ്ടോ? ഞാൻ കുവൈറ്റ് ഫാസ്റ്റർ അനിൽകുമാർ കുവൈറ്റിലാണ്. ഓക്കെ. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് പറയണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടണോ? കാരണം ഒത്തിരി പേർക്ക് വിളിക്കുന്നവർക്കൊക്കെ സംശയം ഞാൻ ഏത് ചർച്ചുമായി ബന്ധപ്പെട്ടാണ്, എവിടെ സ്ഥലം, എന്തോ ശുശ്രൂഷ എന്നൊക്കെ. ഞാൻ ആക്ച്വലി പത്തനംതിട്ടയിലാണ്. ഞാൻ കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്, പത്തനംതിട്ട കോന്നിയിലാണ്. ഒരു ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടാണ്. ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടാണ്. വൈഫും ജ്ഞാനായാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങൾ. മൂത്ത മോന് 6 വയസ്സ് കഴിഞ്ഞു, രണ്ടാമത്തെ മോന് 3 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഈ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് മറ്റ് ജോലി, ചിലർ ചോദിക്കുന്നുണ്ട് ജോലിയോ ബിസിനസ്സോ കാര്യങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പൂർണ്ണമായും സുവിശേഷ വേലയിലാണ്. സുവിശേഷ വേല. ഈ സുവിശേഷ വേല കൊണ്ട് തന്നെയാണ് ഉപജീവനം കഴിക്കുന്നത്. അപ്പോൾ മറ്റ് ബിസിനസ്സോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. കൊറോണയുടെ സമയത്താണ് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത്, കൊറോണയുടെ സമയം നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ഞാൻ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് കൂടുതലും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത ബസ്സിലായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഗവൺമെൻറ് സ്റ്റാഫ് വല്ല, അത് അങ്ങനെയൊന്നുമല്ല. KSRTC ബസ്സിലാണ്. KSRTC ബസ്സിലാണ് എൻ്റെ യാത്രകളുടെ തുടക്കം, ശുശ്രൂഷയുടെ തുടക്കം എന്ന് പറയുന്നത്. കൊറോണയുടെ ആ സമയത്ത്, കൊറോണ കഴിഞ്ഞിട്ട് ശേഷം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെ ഈ ബസ്സുകൾ പല സ്ഥലങ്ങളിൽ മീറ്റിങ്ങിന് പോകും. അങ്ങനെ ഒരു ദിവസം, അന്ന് ഫണ്ടൊന്നുമില്ല, വിശ്വാസമുണ്ട്, കുറച്ച് വിശ്വാസമുണ്ട്. ഇത്രയും വിശ്വാസമില്ല, ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന വിശ്വാസമില്ല. ശുശ്രൂഷയുടെ തുടക്കമാണ്. കുറച്ച് വിശ്വാസമുണ്ട്. അങ്ങനെ ഫണ്ടോ കാര്യങ്ങളൊന്നും കയ്യിലൊന്നുമില്ല. ബൈ ഫെയ്ത്തിലുള്ള ജീവിതമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരു ചർച്ചിൽ രാവിലെ ചെന്നു. അവിടെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് ആ ഹോളിലോട്ട് ഞാൻ ചെന്ന് കയറുമ്പോൾ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്നാണ് ആ ചർച്ചിലേക്ക് ചെന്നത്. അപ്പം അവിടുത്തെ കർത്താനദാസ എന്നോട് ചോദിച്ചു, എന്തും ഇങ്ങനെ വേർത്തൊക്കെ വീഴുന്നത്? അങ്ങനെ ആരും വരാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി ഞാൻ നടന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ബൈക്ക് വണ്ടി ഒന്നും ഇല്ല? ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബസ്സാണ്, നമുക്ക് ഡ്രൈവറുണ്ട്, നമ്മൾ പറയുന്ന സ്റ്റോപ്പിൽ ഇറക്കി വിടും. ഇതൊക്കെയാണ്. അപ്പോൾ അന്ന് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സാധാരണ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കയറുമ്പോൾ കുറച്ച് നേരം നമ്മൾ വിശ്രമിക്കും. അപ്പം ആ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ കൊണ്ട് ഒരു ബൈക്കിൻ്റെ ഷോറൂമിലേക്ക് ചെന്നു. അപ്പോൾ എവിടെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു വണ്ടിക്കകത്ത് ഇരുന്നാൽ മതി. അങ്ങനെ അദ്ദേഹം ഒരു ഷോറൂമിൽ കൊണ്ടുവന്ന് നിർത്തി. തിരുവല്ലയിലാണ്. കൊണ്ട് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ദിവസ ഇതിനകത്ത് ഇരിക്കുന്ന ബൈക്കിൽ ഏത് ബൈക്കാണ് ഇഷ്ടപ്പെട്ടത്, ഒരു കളറൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ബൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനതിൻ്റെ കളറ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന കാർഡ് അദ്ദേഹം അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്യുകയാണ്. ഈ എൻ്റെ പേര് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫോർമാലിറ്റീസ് ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാളറ്റ് തുറന്ന് അദ്ദേഹം അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഗൾഫ് രാജ്യങ്ങളൊന്നും മീറ്റിങ്ങിന് പോയില്ലെങ്കിലും, അമേരിക്കയിൽ പോയില്ലെങ്കിലും, ഓസ്ട്രേലിയയിൽ പോയില്ലെങ്കിലും, കേരളത്തിൽ നിന്നാലും കർത്താവ് പ്രവർത്തിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ശുശ്രൂഷയുടെ തുടക്കം. അങ്ങനെയാണ് എനിക്കൊരു ബൈക്ക് കിട്ടിയത്. അങ്ങനെ ബൈക്ക് കിട്ടി. അന്നേരം എൻ്റെ കുഞ്ഞിന് മൂത്ത മോന് 3 വയസ്സ് കഴിഞ്ഞു. 3.5 വയസ്സായി. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നതെല്ലാം ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെ ആയിരുന്നു. ദൈവത്തിലേക്ക് വേണ്ടിയാണ് ഇറങ്ങിയത്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ദുബൈയിലുണ്ടായിരുന്നു കുറച്ച് കാലം. അന്നേരം സാമ്പത്തികമായിട്ടൊന്നും നേടിയിട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അങ്ങനെ അവിടുന്ന് ശുശ്രൂഷ തുടങ്ങി. കേരളത്തിൽ നിന്ന് നന്മകൾ വരാൻ തുടങ്ങി. അപ്പം ഞാൻ സ്കൂട്ടർ എനിക്ക് ലഭിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത മോന് 3.5 വയസ്സുണ്ട്. എൻ്റെ സ്വദേശം കോന്നി, എൻ്റെ വൈഫിൻ്റെ സ്വദേശം തിരുവല്ലയാണ്. അപ്പം വൈഫും കുഞ്ഞുങ്ങളും കൂടുതൽ അവിടെ മാതാപിതാക്കളുണ്ട്. അവിടെ 2 പെൺമക്കളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വെക്കേഷൻ, അവർക്ക് 2-3 ദിവസം അടുപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ കിട്ടുമ്പോൾ അവരിങ്ങോട്ട് വരും. ഞാൻ പിന്നെ അങ്ങോട്ട് തിരുവല്ലയോട്ട് എനിക്ക് ഫ്രീ ആയിട്ടുള്ളപ്പോൾ തിരുവല്ലയിലേക്ക് പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്.
അങ്ങനെ ഈ ഞാൻ സ്കൂട്ടറൊക്കെ കെട്ടി അങ്ങോട്ട് ചെന്നപ്പം ഈ 3 വയസ്സുള്ള കുഞ്ഞ് എപ്പോഴും 3-3.5 വയസ്സുള്ള എൻ്റെ മൂത്ത മോൻ ഇവനെപ്പോഴും എൻ്റെ കൂടെ വരണം. ഭയങ്കര സ്നേഹവും കാര്യങ്ങളായതുകൊണ്ട് സ്കൂട്ടറെ കയറി ഇവനും വരണം. അപ്പോൾ ഞാൻ അത് ബുദ്ധിമുട്ടാണ്. ഈ 3 വയസ്സുള്ള കുഞ്ഞിനോട് യാത്ര ചെയ്യുന്നത് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. 3-3.5 വയസ്സുള്ള. എന്നാൽ ഇവൻ ഫ്രണ്ടിൽ കയറിയിരിക്കും, ഭയങ്കര കരച്ചിലെ ബഹളം. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ സ്കൂട്ടറെ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പറയും ഉറങ്ങല്ലേ. അപ്പം സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യത്തില്ല, ഞങ്ങൾ കൂടുതലും രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്യും. അപ്പോൾ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെ ഉറങ്ങാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് രാവിലെ തിരുവല്ലയിൽ നിന്ന് ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ കോന്നിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് പോകും. ഇങ്ങനെ യാത്രയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞല്ലേ ഇവൻ കാറ്റടിച്ച് ഇവൻ ഉറങ്ങി ഇങ്ങനെ തലയൊക്കെ ആട്ടുമ്പോൾ ഞാൻ വണ്ടി പതുക്കി എവിടെയെങ്കിലും ഒതുക്കും. അങ്ങനെ വണ്ടി പലവട്ടം ഒതുക്കി ഈ കുഞ്ഞ് ഉറങ്ങിപ്പോകും. ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. നമ്മൾ പെട്ടെന്ന് തട്ടിയാലൊന്നും അവർ എഴുന്നേൽക്കത്തില്ല. അങ്ങനെ പലവട്ടം എനിക്ക് ബൈക്ക് ഇങ്ങനെ സൈഡിൽ ഒതുക്കിയിട്ട് ഈ ഫ്രണ്ടിൽ നിന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇവൻ എഴുന്നേൽക്കുന്നിടം വരെ എഴുന്നേൽക്കുന്നവരെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ഈ വെയിലൊന്നും അധികം അടിക്കാതിരിക്കും, കുഞ്ഞിൻ്റെ ദേഹത്ത് എല്ലാം വെയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ അധികം അടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഷോർട്ട് കട്ട് കയറി പോയപ്പോൾ ഒരു ആലിൻ്റെ പടി എത്തിയപ്പോൾ ഇവൻ പിന്നെ ഉറങ്ങി. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തണലത്തിരിക്കാമെന്ന് വിചാരിച്ച ആലിൻ്റെ തിട്ടേ കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം കടയിലുള്ളവരെല്ലാം ഇറങ്ങി വന്നിട്ട് വെച്ചു, ആരാ, എന്തുവാ, എവിടെ നിന്നാ, ഈ കുഞ്ഞറിയാം. കാരണം ഇവന് ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. ഞാൻ തട്ടിയിട്ടാടെ എഴുന്നേക്കടാന്ന് പറഞ്ഞിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് സംശയം ഞാൻ ഇനി ബൈക്കിൽ കൊണ്ടുവരുവാണോ എന്തുവാണെന്നും അറിയത്തില്ല. ഞാൻ ഇത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്, ഇവന് ബൈക്കിൽ ഇങ്ങനെ ഉറങ്ങിപ്പോയത്. അന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചു എനിക്കൊരു 4 വീൽ വേണമെന്ന്. അപ്പം അതിനുള്ള സാധ്യതയില്ല, സിബിലില്ല, കാര്യങ്ങളൊന്നുമില്ല, സാമ്പത്തികം അങ്ങനെയില്ല. ഈ ഫെയ്ത്ത് നമ്മൾ പഠിച്ചു വരുമോ. ഞാൻ ഈ പറയുന്നത് ഫെയ്ത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എന്തോ വിശ്വാസ ജീവിതം. നമ്മൾ സേഫ് സോണിൽ നിന്നുകൊണ്ട് പറയുന്ന ഒന്നും വിശ്വാസ ജീവിതമല്ല. നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നടന്നു പോകുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് വിശ്വാസ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. പല ശുശ്രൂഷരെയും കണ്ടാണ് നമ്മൾ വിശ്വാസ ജീവിതം പഠിക്കുന്നത്. ഓക്കെ, ഞാൻ ആഗ്രഹിക്കും എനിക്കൊരു 4 വീലർ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാനിപ്പം ഈ ലെവലിലോട്ട് ഞാൻ എത്തിത്തുടങ്ങി. നിങ്ങളെ ഇപ്പം പഠിപ്പിക്കുന്ന ലെവലിലോട്ട് ഞാൻ എത്തി വരികയാണ്. വിശ്വാസം ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ആ ദിവസങ്ങളെല്ലാം ഞാൻ ചെയ്തത്, ഞാൻ വീടിൻ്റെ സിറ്റൗട്ടിൽ വരാന്തയിൽ രാത്രി ഇറങ്ങും, പോർച്ചിലോട്ടൊക്കെ രാത്രി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിങ്ങളോട് ഈ കാണിക്കുന്ന സകല പോഷത്വരവും ഞാൻ ആ പോർച്ചിൽ നിന്ന് ഞാൻ ചെയ്യും. ഞാൻ പറയും, യേശുവിൻ്റെ നാമത്തിൽ വണ്ടി കടന്നു വരട്ടെ. ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ വിളിച്ചു പറയും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വണ്ടി കടന്നു വരട്ടെ. 4 ദിക്കിനോട് ഞാൻ പറയും, കിഴക്ക് വടക്ക് പടിഞ്ഞാറ് നിങ്ങൾ കേൾക്കുക, എനിക്ക് 4 വീലിൻ്റെ സമയമായി. ആ 4 വീലിൻ്റെ സോഴ്സ് എനിക്കറിയത്തില്ല, പക്ഷെ വണ്ടി കടന്നു വരണം. ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങി. അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ ഹൃദയത്തിൽ കോന്നി ചെറിയൊരു പ്രെയർ സെൻറ്റർ വേണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ചെറിയൊരു റൂം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് എങ്ങനെ ഒരു 40-45,000 റുപ്പീസ് എനിക്ക് എങ്ങനെയോ ആരോ ഓഫറോ അങ്ങനെ 2-3 അയച്ചെന്ന് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, ഒരു 45,000 ഉണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച്, എൻ്റെ കൂടെ വേറൊരു ബ്രദറുണ്ട്, ലിജു എന്ന് പറയുന്ന ബ്രദറുണ്ട്. പുള്ളി ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ആഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. പുള്ളി BBA ചെയ്തു, BBA ചെയ്തു, നേഴ്സിംഗ് ചെയ്തു, ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റിസൈൻ ചെയ്തു. പുള്ളിയും സുവിശേഷ വേലയിലാണ്. അപ്പോൾ എൻ്റെ ഒരു സഹപാഠിയാണ്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചു വളർന്ന കാലം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചുള്ള സ്നേഹിതന്മാരാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അദ്ദേഹത്തിന് സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറയുന്നതിലോട്ട് പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ പാട്ടുകളൊക്കെ പാടി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ജോലിയോ കൂലിയോ ഒന്നും ലഭിക്കാഞ്ഞിട്ട് നമ്മൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതല്ല, രോഗം വന്നിട്ട് ഇറങ്ങിയതല്ല, കടഭാരം വന്നിട്ട് ഇറങ്ങിയതല്ല. ഞാൻ ദുബായ് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ആദ്യമേ അക്കൗണ്ട്സ് ഫീൽഡിലുണ്ടായിരുന്നു. പിന്നെ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയപ്പോൾ പിന്നെ സെയിൽസിലേക്ക് ഇറങ്ങി. പക്ഷേ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ഈ ദൈവ രാജ്യത്തെ കുറിച്ചുള്ള ഈ കോളിംഗ് കിടക്കുന്നതുകൊണ്ട്, ദൈവവേലയെക്കുറിച്ചുള്ള കോളിംഗ് കിട്ടുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് അസ്വസ്ഥരാണ്, സമാധാനം കിട്ടത്തില്ല. ഇതിലേക്ക് ഇറങ്ങണമെന്നൊരു ചിന്താഗതിയാണ്. അങ്ങനെയാണ് പൂർണ്ണമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ ഞാൻ ഈ 2 ആഴ്ച ഞാൻ ഈ പോർച്ചിൻ്റെ അകത്തും വീട്ടിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, വണ്ടി കടന്നു വരും. പക്ഷെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, 4 വീലർ കടന്നു വരും.
അപ്പം ഈ 45,000 റുപ്പീസ് എൻ്റെ കിട്ടുമ്പോൾ ഞാനും ഈ പറയുന്ന എൻ്റെ സ്നേഹിതൻ ലിജു ബ്രദറോടെ ഞങ്ങൾ കോന്നിയിൽ ചെറിയ പട്ടണത്തിൽ മൊത്തം റൂം അന്വേഷിക്കുക, ഒരു പ്രെയർ തുടങ്ങാൻ വേണ്ടി. അത് 2-3 വർഷം മുമ്പുള്ള സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം അന്ന് ഞങ്ങൾ ഈ റൂമിന് വേണ്ടി അന്വേഷിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഈസി ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഈ ചോദിക്കുന്ന ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, മന്ത്ലി റെൻ്റ് എന്ന് പറയുന്നത് 25,000, 10,000. 10,000 കുറഞ്ഞ റെൻറ്റുകളൊന്നുമില്ല. അപ്പം അത് അഫോർഡബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വെയിലത്ത് ആ ദിവസം മൊത്തം അവിടെ നടന്നിട്ടൊന്നും കിട്ടിയില്ല. ഏറ്റവും അവസാനം കോന്നി പുതുതായിട്ട് ഒരു മാരുതി ഷോറൂം തുടങ്ങി. അതിൻ്റെ മുകളിലത്തെ ബിൽഡിങ് ഞങ്ങൾ പോയിട്ട് അവിടെ ഈ 10 ലക്ഷമൊക്കെ ചോദിച്ചു ഡിപ്പോസിറ്റ്. ഇപ്പം അതൊന്നും നടക്കത്തില്ല. അതൊന്നും നടക്കാതെ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ പുതുതായിട്ട് തുടങ്ങിയ ഷോറൂം അവിടെ കാലിയായിട്ട് കിടക്കുന്നു. 1-2 സ്റ്റാഫ് കൊണ്ട് വേറെ ആരുമില്ല. അപ്പം ഞാനും എൻ്റെ കൂടെ വന്ന ലിജു ബ്രദറോട് പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങോട്ടങ്ങ് കയറാം, കുറച്ച് നേരം AC ഒക്കെ കൊണ്ട് ഈ ക്ഷീണമൊക്കെ മാറ്റി ഇവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. ലിജു എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമാണ്. കാരണം എനിക്ക് ഈ വർഷിപ്പ് സെൻറ്റർ കിട്ടുന്നില്ല, ഒരു പ്രെയർ തുടങ്ങാനുള്ള റൂം കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഫ്രണ്ട് ചെയ്യുന്നത് സംസാരിക്കുന്ന മനുഷ്യൻ എന്നെ നോക്കി പറയുകയാണ്. പെട്ടെന്ന് എന്നെ നോക്കി പറയുകയാണ്, സാറേ ഇപ്പോൾ 25,000 രൂപ ഉണ്ടെങ്കിൽ ഓൾട്ടോ സാറിൻ്റെ ഒരു ബുക്ക് ചെയ്ത് കിട്ടും, 45,000 രൂപ ഉണ്ടെങ്കിൽ വാഗനാർ കിട്ടും. അപ്പോൾ ഞാൻ ഇത് കേട്ടിട്ട് ഞാനൊന്ന് ഞെട്ടി. ഈ 45,000 രൂപ എൻ്റെ കയ്യിലുണ്ടെന്ന് ഇവനെങ്ങനെ മനസ്സിലായി? കാരണം എൻ്റെ 45,000 രൂപ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ റൂമെല്ലാം അന്വേഷിക്കുന്നത്. ഈ പുള്ളി എന്നെ നോക്കി പറയുകയാണ്, 25,000 രൂപ സാർ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഓൾട്ടോ നമുക്ക് എടുക്കാം, 45,000 രൂപ ഉണ്ടെങ്കിൽ വാഗനാർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ കാരണം ഞാൻ ഈ ദിവസങ്ങളെല്ലാം കാറിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് പലവട്ടം ഞാൻ ഷോറൂമിൽ പോയപ്പോഴും ഈ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്ന 1.5-2 ലക്ഷം രൂപ വേണം. അതൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അത് ചെയ്തില്ല. ഇത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്ചര്യം, അങ്ങനെ ഒരു ഓഫറോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ 45,000 ഉണ്ട്, എന്നാൽ പിന്നെ വാഗനാർ ബുക്ക് ചെയ്യാം. അങ്ങനെ വാഗനാർ ബുക്ക് ചെയ്തു. അദ്ദേഹം തന്നെ ലോണോ കാര്യങ്ങളൊക്കെ എടുത്ത് വന്നു. സത്യം പറഞ്ഞ ഒരു 15-20 ദിവസത്തിനുള്ളിൽ ഞാൻ വിളിച്ച വണ്ടി എൻ്റെ വീട്ടിൽ അങ്ങ് വന്നു. സ്വത്രം പറഞ്ഞാട്ട് സ്വത്രം പറ. ഇങ്ങനെയാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. നമ്മൾ എന്താണോ കൊണ്ട് വിളിക്കുന്നത്, അതാണ് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത്. നിങ്ങൾ തുറന്ന് സംസാരിക്കണം, കൊണ്ട് വിളിക്കണം, കൊണ്ട് നന്മയെ വിളിക്കണം, കൊണ്ട് ദൈവവചനം പറയണം. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനെക്കാട്ടിലുപരി നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലുപരി ദൈവവചനത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദൈവവചനം ആക്ടിവേറ്റ് ചെയ്യുക. അസാധാരണമായിട്ട് രീതി അതിനകത്ത് ജീവനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനെ ജീവനെ കൊണ്ടുവരുന്ന സമയത്ത് ദൈവം നമുക്ക് ഇല്ലാത്തതിനല്ല ഉള്ളതുപോലെ വിളിച്ചു വരുത്താനിടയിൽ തീരും. അങ്ങനെയാണ് വാഹനം കിട്ടി. വളരെ സന്തോഷം. അന്ന് തൊട്ട് എനിക്കൊന്ന് ഈ നവംബർ ആകുമ്പോൾ 3 വർഷം ആകമാണ്. അപ്പോൾ അതിൻ്റെ മന്ത്ലി EMI എന്ന് പറയുന്ന ഒരു 10,000 10,000 രൂപയുണ്ട്. ബൈ ഫെയ്ത്തിലേ ചെയ്യുന്നില്ല. പക്ഷേ വിശ്വാസത തുടങ്ങി. ഇന്ന് ഞാൻ പറയുകയാണ്, ഈ 3 വർഷമായിട്ട് ഒരു മാസത്തെ പോലും EMI പെൻഡിങ് ആകാൻ കർത്താവ് ഇടാക്കിയിട്ടില്ല. കർത്താവ് വാതിലുകൾ തുറക്കും. നമ്മൾ ഫെയ്ത്തിൽ ഒരു കാര്യം തുടങ്ങിയാൽ, ദൈവം പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയാൽ അസാധാരണമായിട്ടുള്ള രീതിയിൽ ദൈവം പ്രൊവിഷൻസ് ചെയ്യും. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, എങ്ങനെ ആയാലും ഒരു 10-15-20 പേരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ കാര്യങ്ങൾ എന്തുവാ ചെയ്യുന്നത്, പാസ്റ്റർ എവിടെ ഉള്ളതാണ്. പലർക്കും എന്നെ നേരിട്ട് പരിചയമില്ല. പലർക്കൊന്നല്ല, ഈ വാച്ച് ചെയ്യുന്ന ഒരു 150-200 പേരുണ്ട്. ഇവർക്ക് ആർക്കും എന്നെ നേരിട്ട് പരിചയമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 15-20 ദിവസമായിട്ട് ഞാനിങ്ങനെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. പലരെയും പല ദിവസമായിട്ട് കണ്ടുമുട്ടി. അപ്പോൾ ഇവർക്കൊക്കെ അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നടത്തിപ്പ്, വിശ്വാസത്തിൽ എങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ പഠിപ്പിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കും, നമ്മൾ കൽപ്പിച്ചാൽ നടക്കും, നമ്മൾ ആഗ്രഹിച്ചാൽ ആ ഡിസൈൻ നമ്മുടെ അകത്ത് വേണം. എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ അകത്ത് വേണം, ശുശ്രൂഷയുടെ ഡിസൈൻ അകത്ത് വേണം, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഡിസൈൻ നിങ്ങളുടെ അകത്ത് വേണം, നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചുള്ള ഡിസൈൻ നിങ്ങളുടെ അകത്ത് വേണം, തലമുറയെക്കുറിച്ചുള്ള ഡിസൈൻ വേണം, ജോലിയെക്കുറിച്ചുള്ള ഡിസൈൻ നിങ്ങളുടെ അകത്ത് വേണം. ഈ ഡിസൈനെ നോക്കി എപ്പോഴും സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ദൈവം സകലത്തെയും സൃഷ്ടിച്ചത്
ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചത് കേവലം ഒരു വാക്കുകൊണ്ടാണ്. അത് സത്യമാണ്. ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തി, അത് സത്യമാണ്. പക്ഷേ ഇല്ലാത്തതിനുള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തി എന്ന് പറയുമ്പോൾ ഇതുണ്ടായിരുന്നു. ഇതെവിടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മനസ്സിൽ അതിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. ഈ ഡിസൈനെ നോക്കിയാണ് ദൈവം പറഞ്ഞത് വെളിച്ചങ്ങൾ ഉളവാകട്ടെ, നക്ഷത്രങ്ങൾ ഉളവാകട്ടെ. ഈ സമുദ്രത്തിലെ സകല മത്സ്യങ്ങളുടെ ഡിസൈൻ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ മനസ്സിൽ ആ ഡിസൈനെ നോക്കി ദൈവം കൽപ്പിച്ചു, ഉളവായി വരട്ടെ. സമുദ്രത്തിലെ സകല മത്സ്യങ്ങളും അതുതരം മത്സ്യങ്ങളും ഉളവായി വന്നു. ഭൂമിയിലെ സകല ജന്തുക്കളുടെയും ഡിസൈൻ ദൈവത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. ആ മനസ്സിൽ ആ ഡിസൈനെ നോക്കിയാണ് ദൈവം കൽപ്പിച്ച് ലെറ്റ് ദർ ബി ആൻഡ് ദർ വാസ്, ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു. അത് ഉളവായി വന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിസൈൻ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ കഴിഞ്ഞ 15, 16, 20 ദിവസമായിട്ട് ഞാൻ നിങ്ങളെ എപ്പോഴും ഫോഴ്സ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഡിസൈൻ വേണം, ഒരു ആഗ്രഹം വേണം, ഒരു ഡിസൈൻ വേണം. ഈ ഡിസൈനെ നോക്കി നിങ്ങൾ സംസാരിക്കണം. അതെങ്ങനെയാണ് സംസാരിക്കുന്നത്? ഈ ഡിസൈനെ നോക്കി നിങ്ങൾ ദൈവവചനം പറയണം, ദൈവവചനം ആക്ടിവേറ്റ് ചെയ്യണം. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ഇത് ജീവനെ വിളിച്ചു വരുത്തുന്നത്, നന്മയും കരുണയെല്ലാം വിളിച്ചു വരുത്തുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ബൈ ഫെയ്ത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. കാരണം മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിന് ആലോചന അറിയത്തില്ല. ഈ വരി അറിയാവുന്നത് മോശയ്ക്കുള്ളൂ. ബാക്കി 40 ലക്ഷം മോശയുടെ പുറകെ അങ്ങ് നടക്കുകയാണ്. അതുപോലെ ദൈവത്തിൻ്റെ വരി നമുക്കറിയത്തില്ല, പലപ്പോഴും നമുക്കറിയത്തില്ല. പക്ഷെ ദൈവം കൊണ്ടുപോകുന്നത് ഭയങ്കര അത്ഭുതമാണ്. വിശ്വാസ ജീവിതമൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ ഒരു ഇൻസിഡൻറ്റ്, പേഴ്സണലായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം. നിങ്ങളുടെ ബൈ ഫെയ്ത്ത് വർദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഫെയ്ത്ത് വർദ്ധിക്കാൻ വേണ്ടി. എൻ്റെ മൂത്ത മോന് ജനിച്ചപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ നാനും അങ്ങനെ പാൽപ്പൊടികളാണ് കൂടുതലും മേടിച്ച് കൊടുക്കുന്നത്, കുഞ്ഞിനെ കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ മോനും ജനിച്ചപ്പോഴും സെയിം അതേ ഇഷ്യൂ, നമ്മൾ ഈ പാൽപ്പൊടികളും മേടിക്കും. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ്. അപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയും. ഇപ്പം ഒരു നാൻ പ്രോയുടെ റേറ്റ് എന്ന് പറയുന്നത് 800-750 രൂപയാണെങ്കിൽ അത് നമുക്ക് ഒരു മാസത്തേക്കൊന്നുമില്ല. ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 3 ദിവസത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ച എത്ര വേണം, ഒരു മാസം എത്ര വേണം. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നടന്നുപോയത്, ബൈ ഫെയ്ത്തിലാണ്. അപ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ കുഞ്ഞ് അവനെ എനിക്കൊന്ന് 1-2 വർഷം മുമ്പ്, ഒരു വർഷത്തിന് മുമ്പ് സംഭവിച്ചു, ഒരു 1-1.5 വർഷത്തിന് മുമ്പ് സംഭവിച്ചു. അവനിപ്പോൾ 3 വയസ്സിലേ ആയുള്ളൂ. അപ്പം ഒരു വർഷത്തിന് മുമ്പ് സംഭവിച്ചാണ്. അപ്പം ഈ കുഞ്ഞ് അന്ന് വൈകിട്ട് ഒരു 5 മണിയായപ്പം പാൽപ്പൊടി മൊത്തം തീർന്നു, പാൽപ്പൊടി തീർന്നു. അപ്പോൾ അന്ന് വൈകിട്ടത്തേക്കുള്ളയില്ല. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ബൈ ഫെയ്ത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കടം ചോദിക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ ബൈ ഫെയ്ത്തിലുള്ള ജീവിതമാണ്. അധികം ആൾക്കാരോട് നമ്മളങ്ങനെ പൈസ ചോദിക്കത്തില്ല. നമ്മൾ വിശ്വാസത്തിൽ പറയുന്ന പദമാണ് കാക്കയെ പ്രതീക്ഷിക്കുക. കാക്ക വരുമോയെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള വഴിയിൽ കർത്താവ് തുറക്കുമോ. ഇതൊക്കെ ഞാൻ ആ സാഹചര്യമെല്ലാം ഞാൻ അതിജീവിച്ചു. ഇന്ന് ഞാൻ പറയുന്നത് ഈ പഴയ സാഹചര്യം, ബസ്സേ നടന്നതും ആ സാഹചര്യത്തെല്ലാം അതിജീവിച്ച് ഇന്ന് കർത്താവ് ബൈക്കും കാറും എല്ലാം തന്നു. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ എക്സാമ്പിൾ പറയാം. അപ്പോൾ അവന് 1-1.5 വർഷം മുമ്പ് അന്ന് വൈകിട്ടത്തേക്കുള്ള ഇതില്ല, പാൽപ്പൊടിയില്ല. അപ്പം വൈഫ് എന്നോട് പറഞ്ഞു വൈകിട്ടത്തേക്കുള്ള ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പുള്ളിക്കാരുടെ പൈസ ഇല്ല, എൻ്റെ കയ്യിലും പൈസ ഇല്ല. ഇപ്പോൾ നമ്മളങ്ങനെ കടം ചോദിക്കാറില്ല, പ്രാർത്ഥിക്കുമോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പണ്ടത്തെ അപ്പച്ചന്മാർ പറഞ്ഞേ കേട്ടു. പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ നമുക്ക് ഭയങ്കര ബലമാണ്. ഇവർ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നത്, കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരും വഴി നടത്തുന്നതെല്ലാം ഭയങ്കര നമുക്ക് ബലമാണ്. അപ്പോൾ ഞാൻ ഈ 2023 തോന്നുന്നു, ഞാൻ 2023 ഞാൻ എൻ്റെ പ്രിയ വൈഫിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പണ്ടത്തെ അപ്പച്ചന്മാരെ ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർ വെള്ളം ചൂടാക്കിയിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കും. നമുക്കതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 2023 പറഞ്ഞാലും കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. പണ്ടത്തെ അപ്പച്ചന്മാർക്ക് മാത്രമല്ല നമുക്കും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചൂടുവെള്ളം പ്രാർത്ഥിച്ച് ഈ കുഞ്ഞു കരയുമ്പോൾ കൊടുക്കുക. ഇതിനു വേണ്ടി രസം ഒന്ന് നോക്കണം. 5 മണിക്കാണ് ഈ വൈഫ് എന്നോട് പറയുന്നത്, ഈ നമ്മുടെ പാൽപ്പൊടിയില്ല, അത് തീർന്നു പോയി. ഒരു 5:30 ആയപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ വീട്ടിൽ വെച്ചൊരു പ്രയറുണ്ട്, വേറൊരു ദൈവദാസനുണ്ട്, സ്വയം ഫ്രീ ആണെങ്കിൽ ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഞാനെന്താ പ്രയറല്ലേ, ഞാൻ ചെല്ലാം. അപ്പം അവിടെ ചെല്ലുമ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്.
അസ്വസ്ഥം എന്ന് പറയുന്നത് ഇതുമായിട്ട് പാൽപ്പൊടിയില്ല. നമ്മൾ ഈ വിശ്വാസൻ്റെ വാക്ക് വെള്ളം തിളപ്പിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എവിടെയോ ഒരു വിഷമമുണ്ട്, ഒരു വഴി ഇല്ലല്ലോ, ഒരു വഴി തെളിയുന്നില്ല, ഒരു വിഷമമുണ്ട്. ഈ പ്രേയറിന് മൊത്തം ഞാനിരുന്നു. അന്ന് ഗസ്റ്റ് പാസ്റ്ററുണ്ട്, പുള്ളിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഞാൻ അവിടെ ചെന്ന് പ്രയറെല്ലാം കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ നേരത്തും എൻ്റെ മൈൻഡ് അസ്വസ്ഥമാണ്. കാരണം സമയം 9:30 എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ തീരും, ഇതൊക്കെ ഇങ്ങനെ മനസ്സിനെ കിടന്ന് അലട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നില്ല, കാരണം മഴ പെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഞാൻ വീട്ടിലേക്ക് പോവാം. ഇത് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. കാരണം എനിക്ക് എങ്ങനെയും വീട്ടിൽ പോകണം, എങ്ങനെ സാഹചര്യം എന്തോന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ എൻ്റെ കണ്ടൊരു ഈ സ്തോത്രം പറഞ്ഞൊരു കവർ ജസ്റ്റ് കൊണ്ടുവന്നു, ഒരു കവർ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങനെ തരേണ്ട കാര്യമില്ല, കാരണം എന്നെയല്ലേ വിളിച്ചേക്കുന്നത്, അവിടെ വേറെ ദേവദാസുണ്ട് പ്രസംഗിക്കാൻ. ഞാനൊരു സ്നേഹത്തിൻ്റെ പുറത്ത് പോയെന്നുള്ളൂ. അപ്പോൾ ഈ കവർ കിട്ടി. അപ്പോൾ ഈ കവർ കിട്ടിയപ്പോൾ ഞാനൊരു സ്തോത്രം പറഞ്ഞു. അപ്പോൾ ഇനി ഇതിനകത്ത് എത്ര എമൗണ്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അതൊന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഇറങ്ങി. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു 500 രൂപ കാണും. ഓക്കെ, ഒരു 500 രൂപ കാണും. അപ്പോൾ അറിയാവുന്ന ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട്, കാരണം അപ്പോൾ തന്നെ ബാക്കി ഷോപ്പെല്ലാം അടച്ചു കാണും, ഇനി മെഡിക്കൽ സ്റ്റോറേ ഉള്ളൂ. അവിടെ ചെന്ന് നമ്മൾ ഈ 500 രൂപ കൊടുക്കുന്നു, ബാക്കി നമ്മൾ കടം പറയാമെന്നൊരു ചിന്താഗതിയിൽ ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ കവർ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഒരു 500 രൂപ. പക്ഷേ അതിനകത്ത് 6 500 നോട്ടുണ്ടായിരുന്നു, ഒരു 3000 രൂപ ഉണ്ടായിരുന്നു. ഈ 3000 രൂപ എനിക്ക് കിട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനവിടെ പ്രസംഗിച്ചിട്ടില്ല, ഞാനവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതല്ല, ഞാനവിടെ ചുമ്മാ ഞാൻ പോയിരുന്നതാണ്. അപ്പോൾ എന്നെ അന്ന് കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം, അന്ന് ഞാനൊരു 3 പാക്കറ്റ് ഈ പറയുന്ന ഞാൻ പ്രോ മേടിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അന്ന് കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നതെന്ന് ദൈവം അറിയുന്നു. എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് വേണ്ടിയുള്ള ദൈവം ഓൾറെഡി കരുതി വെച്ചിട്ടാണ് ദൈവം എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. ആ സ്നേഹിതൻ എന്നെ വിളിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, എൻ്റെ 5:30 എന്നെ വിളിക്കുന്നത്, 6 മണിക്കാണ് 6:30 അവിടുത്തെ പ്രയർ. എൻ്റെ ആവശ്യം ഇന്നതെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം അറിഞ്ഞിട്ട് ആ നന്മ പ്രാപിക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ട് വിളിക്കുക. പക്ഷെ ഞാൻ ഇപ്പോഴും പോകുമ്പോൾ ഞാനിവിടെ ടെൻഷൻ അടിച്ചാൽ പോകുന്നത്. അന്ന് ഞാൻ ഫെയ്ത്ത് ഒന്നുകൂടെ ഞാൻ പഠിച്ചു. ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും, ദൈവം നമുക്ക് നന്മയും ഒരുക്കും. ഞാൻ ഈ നമ്മുടെ ഈ പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് യേശുക്രിസ്തു